ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേങ്ങാപ്പാലും അവിലും വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന അതിരുചികരമായ ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ചെറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ടൊരു 1/4 ഗ്ലാസ് ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നല്ലപോലെ കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. വീണ്ടും ഞാൻ ഒരു ഗ്ലാസ് കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 1/4 പാലും 2/2 പാലും കൂടി ചേർത്തിട്ട് ടോട്ടൽ 3/4 ഗ്ലാസ് തേങ്ങാപ്പാലാണുള്ളത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ചുവന്ന അവിലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒട്ടും തരികളൊന്നും ഉണ്ടാവരുതേ. ഇപ്പോൾ ഇത് ഒട്ടും തരികളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, അതിലോട്ട് ഇത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു പിഞ്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏതൊരു പാത്രത്തിലാണോ ഹൽവ റെഡിയാക്കുന്നത് അതിലോട്ട് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, മിക്സ് ഒഴിച്ചതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കുകയെ ചെയ്യരുത്. ഇത് പെട്ടെന്ന് തന്നെ കുറുകിയിട്ട് കട്ടയായി പോവും. ഇപ്പോൾ ഞാനിത് ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ശർക്കരപ്പാനിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 3 അച്ച് ശർക്കര ഉരുക്കി എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കി കൊടുക്കണേ. കട്ട പിടിച്ച് പോവുകയാണെങ്കിൽ ഹൽവയുടെ ഒരു ശരിക്കുള്ള ടെക്സ്ചർ കിട്ടില്ല. നെയ്യൊന്നും ചേർക്കാത്ത വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിൽ ഹൽവ റെസിപ്പിയാണിത്. എല്ലാവരുടെ പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഞാനിത് ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു 1/2 അവറൊക്കെ ആയിട്ടുണ്ട്. നോക്കി നന്നായിട്ട് കുറുകി കളറൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട്. ഈ സമയം നമുക്കിതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കാം. കൈ എടുക്കാതെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൽവ കിട്ടും. ഇപ്പോൾ ഞാനിത് ഇളക്കാൻ തുടങ്ങിയിട്ട് 1 അവർ ആയിട്ടുണ്ട്. നോക്കിയാൽ ഹൽവയുടെ കൂട്ട് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പാകമായിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അതിലോട്ട് ഇത് മാറ്റാം. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇനി ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മേലെ നന്നായി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു നൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ ഹൽവ നോക്കി അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ പാത്രം എല്ലാം പ്ലേറ്റിലോട്ടൊന്ന് കമഴ്ത്തി നോക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ അടർന്ന് വീണോളും. നോക്കിയേ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ അവിൽ ഹൽവ റെഡി ആയിട്ടുള്ളത്. എന്തോരം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ട് നമ്മൾ ഈ അവിൽ ഹൽവ ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ. ഒരു തുള്ളി നെയ്യ് പോലും നമ്മളിതിൽ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഉണ്ടാക്കി കഴിക്കാം. ഈ ഹൽവ കട്ട് ചെയ്തിട്ട് നോക്കിയാൽ പൂ പോലെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. എന്തൊരു രുചിയാണെന്നറിയത് കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അതിരുചികരമായ ഹെൽത്തി ആയിട്ടുള്ള അവിൽ ഹൽവ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.